നമ്മൾ നായയെ കണ്ടിട്ടില്ലേ, ഒരു നേരം അതിന് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സ്നേഹത്തോടെ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ ആ ഹൃദയത്തിൽ നിന്ന് നമ്മൾ നന്ദി ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വ സ്നേഹവും സമ്പത്തും നമ്മളിലേക്ക് ഒഴുകി വരും, നമുക്ക് ഫീൽ ചെയ്യും. ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ റേക്കി ചെയ്യേണ്ടത്? ആരൊക്കെയാണ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു മാറാരോഗമാണ് എനിക്ക് എന്നൊക്കെ സ്വയം മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന കുറേ പേരുണ്ട്. ഈ വാർത്തകൾ കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ? അപ്പോൾ പലരും ഇതുപോലെ കഞ്ചാവ് കടിച്ചിട്ടൊക്കെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ അച്ഛനും അമ്മയും സുഖപ്പെടാത്തവരാണെങ്കിൽ, ഹീൽഡ് ആവാത്തവരാണെങ്കിൽ അവരുടെ മുറിവുകൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കളിലേക്ക് വരും. മിക്കവാറും ഈ ആത്മഹത്യകളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും പറയും ചില ആ നിമിഷമാണ് അവർക്ക്, ആ നിമിഷം കടന്നു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് അങ്ങ് പിന്മാറുമെന്ന് പറയും. ഒരു മതത്തിൻ്റെയും അല്ല, റേക്കി സ്വാഭാവികമായിട്ടുള്ള പ്രാപഞ്ചിക ഊർജം. പ്രപഞ്ചം എല്ലാവരുടെയും ആണ്, ആരുടെ ഏതെങ്കിലും മതത്തിൻ്റെ ഒന്നുമല്ല. നമസ്കാരം, അമേസിംഗ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്നവർ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. അതോടൊപ്പം പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ദയവ് ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അതിഥിയെ വിളിക്കാം. മറ്റാരുമില്ല, മലപ്പുറം ജില്ലയിൽ നിന്നാണ് ബിജിനി. മലപ്പുറം സ്വദേശിയാണ്, റേക്കി ടീച്ചറാണ്, റേക്കി മാസ്റ്റർ ടീച്ചറാണ്, ഒപ്പം ഹീലർ കൂടിയാണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ബിജിനിയെ സ്വാഗതം ചെയ്യാം. ബിജിനി, നമസ്കാരം. നമസ്തേ. നമസ്തേ. സുഖമായിട്ടിരിക്കുന്നു? ഓ, സുഖമായിട്ടിരിക്കുന്നു. അത് എത്ര കാലമായി ഇങ്ങനെ ഒരു റേക്കി? ഞാൻ ആദ്യം തന്നെ എൻ്റെ ഗുരുക്കന്മാർക്ക്, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മാസ്റ്റർ ഡോക്ടർ വിനൂപ് ജയ്പാൽ സാറാണ്. സാറിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ഫസ്റ്റ് ലെവൽ മുതൽ എടുത്ത് ഇപ്പോൾ ടീച്ചറായി വന്ന് നിൽക്കുന്നതും മാഷിൻ്റെ സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ കൂടിക്കൊണ്ടാണ്. അപ്പോൾ എല്ലാ മാസ്റ്റേഴ്സിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടാണ് വരുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് തുടങ്ങുന്നത്. എന്തിനാ ഈ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പറയുന്നത്? ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എന്നതിലല്ല, അത് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും നന്ദിയില്ലാത്തത് തന്നെയാണ് നമ്മുടെ സമ്പത്ത് ഇല്ലായ്മേൻ്റെ പ്രധാന പ്രശ്നം കൂടെ. നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും നമ്മൾക്ക് സമ്പത്ത് വരണമെങ്കിൽ നമ്മൾ നന്ദിയുള്ളവരാവണം. തീർച്ചയായിട്ടും നന്ദിയുള്ളവരാവണം അല്ലേ? നമ്മൾ നായയെ കണ്ടിട്ടില്ലേ, ഒരു നേരം അതിന് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര സ്നേഹത്തോടെ നമ്മുടെ അടുത്തേക്ക് വരും, അല്ലേ? ഒറ്റ തവണ കൊടുത്താലും മതി. അതുപോലെ തന്നെ നമ്മുടെ ആ ഹൃദയത്തിൽ നിന്ന് നമ്മൾ നന്ദി ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വ സ്നേഹവും സമ്പത്തും നമ്മളിലേക്ക് ഒഴുകി വരും, നമുക്ക് ഫീൽ ചെയ്യും. ഫീൽ ചെയ്യില്ല, തീർച്ചയായിട്ടും അത് ഒഴുകി വരും. ഫീൽ അല്ല, ഒഴുകി വരും. എന്തായാലും നന്ദി, നമ്മൾ തുടക്കത്തിൽ തന്നെ നന്ദിയുള്ളവരാവണം. അത് നല്ലൊരു മെസ്സേജാണ്. അങ്ങനെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാം. എന്തിനാണ് ഈ ഹീലിംഗ് ചെയ്യേണ്ടത്? ആരൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്? ആർക്കൊക്കെയാണ് ഇത് വേണ്ടത്? ഹീലിംഗ് എല്ലാവർക്കും ചെയ്യാം, എല്ലാവരും ചെയ്യണം, ആവശ്യമുള്ളതാണല്ലേ? എല്ലാവർക്കും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് നിർബന്ധമായിട്ടും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ റേക്കി ഹീലിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. റേക്കി തന്നെ പലതരം റേക്കികളുണ്ട്. ഇപ്പോൾ ഒത്തിരി ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തന്നെ ഒരുപാട് പേര് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അതെ. ഞാൻ ചെയ്യുന്നത് ഉസൂയി റേക്കിയാണ്. അതെ, ഡോക്ടർ മിക്കാവോ ഉസൂയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാസ്റ്റർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള റേക്കി ആയതുകൊണ്ട് അതിന് ഉസൂയി റേക്കി അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള റേക്കി എന്ന് പറയും. അതിൻ്റെ മാസ്റ്റർ ടീച്ചറാണ് ഞാൻ. ഇത് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ റേക്കി ചെയ്യേണ്ടത്? ആരൊക്കെയാണ് ചെയ്യേണ്ടത്? എല്ലാവർക്കും ചെയ്യാം. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും പഠിക്കുകയും ചെയ്യാം. പ്രധാനമായിട്ടും കൂടുതലും എനിക്കിനി ഈ അസുഖം സുഖപ്പെടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറാരോഗമാണ് എനിക്ക് എന്നൊക്കെ സ്വയം മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന കുറേ പേരുണ്ട്. അത് അസുഖമായിരിക്കില്ല, അവരുടെ മനസ്സ് തന്നെ ചിന്തിച്ച് ഒത്തിരി അസുഖങ്ങൾ വരുത്തി വെക്കുന്നത്. അതിൻ്റെ പ്രധാന ഉദാഹരണം ഞാൻ തന്നെയാണ്. അത് ശരി. ഞാൻ റേക്കിലേക്ക് വന്നത് തന്നെ അങ്ങനെയാണ്. ഒരു 15 വർഷത്തോളം എനിക്ക് തലവേദനയായിരുന്നു. തലവേദന ഉണ്ടായിരുന്നു? അതോ നമ്മളിങ്ങനെ വെറുതെ വിചാരിക്കുകയാണോ? അല്ല, തലവേദന ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. തലവേദന ഉണ്ടായിരുന്നു. തലവേദന ഉണ്ടായിരുന്നു. തലവേദനയ്ക്ക് ശേഷം ഷോൾഡർ പെയിൻ തുടങ്ങി, കൈകാലുകൾ മൊത്തം, എൻ്റെ വലതുഭാഗം മൊത്തം പഞ്ചറായി എന്ന് പറയാം. വിട്ടുമാറാത്ത തലവേദന എന്ത് പറയുന്നതിന്? മൈഗ്രെയിൻ ആണോ? അല്ല, മൈഗ്രെയിനും അല്ല, ഇത് അതിൻ്റെയും കൂടിയ ഒരു സംഭവമായിരുന്നു. അതായത് ഒരു ദിവസം മൊത്തം 24 hours എനിക്ക് തലവേദന തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ പില്ലോ അതുപോലെ പുതപ്പെല്ലാം കൂടെ തലയിലെടുത്ത് വെച്ചിട്ട് അമർത്തി കിടക്കും.
തലവേദനിച്ചിട്ട് എന്താ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടു ജോലിയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കൈക്ക് വേദന വന്നത് കാരണം കൈകൊണ്ട് ജോലികൾ ചെയ്യാനും ബുദ്ധിമുട്ടായിരുന്നു. അതിന് ചികിത്സകൾ അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി, അക്യൂപങ്ക്ചർ ഇതെല്ലാം നല്ല ചികിത്സകൾ തന്നെയാണ്, അല്ലെന്നല്ല ഞാൻ പറയുന്നത്. എനിക്കത് ഫലപ്പെട്ടില്ല. അത് ഈ ഓരോരുത്തർക്കും ഇങ്ങനെ ഫലം അങ്ങനെ ഉണ്ടോ? അത് ഫലം കിട്ടുക, ഫലം ഇല്ലാതെ അങ്ങനെ എൻ്റെ മനസ്സിൻ്റെ ആയിരിക്കും, എനിക്കറിയില്ല. അവിടെ നിന്ന് പിന്നെ കുറേ പൂജകൾ, ഈ മരുന്നും മന്ത്രമാണല്ലോ, അതിനുശേഷം പിന്നെ പൂജകൾ, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നിട്ടും എനിക്ക് അതിൽ ഒരു മാറ്റം പ്രകടമായില്ല. പിന്നീട് അങ്ങനെയാണ് ഞാൻ റേക്കിയിലേക്ക് എത്തിയത്, മാസ്റ്ററെ കാണുന്നത്. തീർച്ചയായിട്ടും വിനോബ്ജിയുടെ ഒരുപാട് ശിഷ്യഗണങ്ങൾ നമ്മുടെ ചാനലിൽ വന്നു പോയിട്ടുണ്ട്. അവരുടെ പല എക്സ്പീരിയൻസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വിനോബ്ജി നമ്മുടെ ചാനലിലൊരു അവിഭാജ്യ ഘടകമാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് പലതും ആയിരങ്ങളിൽ ലക്ഷങ്ങളാണ് ഓടുന്നത്. പക്ഷെ അദ്ദേഹത്തിന് കേൾക്കാൻ ആളുകളുണ്ട് എന്നാണ്. അത്രയും അറിവാണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ സിമ്പിളുമാണ്. എല്ലാവരോടും അങ്ങനെ ഒരു പരസ്പര ബഹുമാനം എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അപ്പോഴാണ് നമുക്കൊരു ടീച്ചറിൻ്റെ വില മനസ്സിലായി. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു കാലഘട്ടത്തിലുള്ളവരൊക്കെ ടീച്ചറിനോട് ചില ബഹുമാനങ്ങൾ കാണിക്കുമായിരുന്നു. ഈ അടുത്ത കാലത്ത് ചില വീഡിയോസ് കണ്ടിട്ടുണ്ട്, പിള്ളേർ തിരിച്ച് മാഷിനെ ഇടിക്കുകയാണ്, അടിക്കുകയാണ്, കണ്ടില്ലേ? ഇതൊക്കെ അത്തരം സാഹചര്യങ്ങളിലൂടെ നമ്മളിപ്പോൾ പോകുന്നു. കുട്ടികൾക്കൊക്കെ ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവും? അപ്പം മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കില്ല അവർ. ആദ്യം നമ്മൾ കുട്ടികൾ ശരിയാണ്, നമ്മൾ വലിയവർ, മുതിർന്നവർ കുട്ടികൾ ശരിയല്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞത് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് അവരെ അളക്കാൻ നിൽക്കുന്നത് വലിയൊരു തെറ്റാണ്. പിന്നെ അവരെ കേൾക്കണം. പിന്നെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന അനുസരണക്കേട്, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ദേഷ്യം, ഇതൊക്കെ ഞാൻ പല ഹീലിങ്ങും ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ഹീലിംഗ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഹീലിംഗ് വേണ്ടി വരിക അച്ഛനായിരിക്കാം, അമ്മയ്ക്കായിരിക്കാം. ഈ വാർത്തകൾ കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ? അപ്പോൾ പലരും ഇതുപോലെ കഞ്ചാവ് കടിച്ചിട്ടൊക്കെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അങ്ങനെയും ഒരു സാഹചര്യമില്ലേ? ഈ അച്ഛനും അമ്മയും സുഖപ്പെടാത്തവരാണെങ്കിൽ, ഹീൽഡ് ആവാത്തവരാണെങ്കിൽ അവരുടെ മുറിവുകൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കളിലേക്ക് വരും. അത് ഇവരിൽ അനുസരണക്കേടായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതായിരിക്കാം ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെ മാത്രമേ അത് സംഭവിക്കൂ തന്നെ. അത് ചിലപ്പോൾ അവരുടെ അച്ഛനമ്മയിൽ നിന്ന് അവർക്ക് കിട്ടിയതായിരിക്കാം, തലമുറകളായി കിട്ടിയതായിരിക്കാം. അങ്ങനെ നമ്മൾ ഹീലിംഗ് കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അതങ്ങനെ ഹീലിംഗ് ഒരു തലമുറ വരെയൊക്കെ നീണ്ടു പോകുന്ന ഹീലിങ്ങുകളുണ്ട്. അപ്പം ഞാൻ തന്നെ ഹീലിംഗ് ചെയ്തതിൽ, ഒരു കുഞ്ഞിന് ഹീലിംഗ് ചെയ്തതിൽ അമ്മയ്ക്കാണ് ഹീലിംഗ് വേണ്ടി വന്നത്, കുഞ്ഞിനല്ല. ഈ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരുണ്ട്, നമ്മളത് കണ്ട് തെറ്റിദ്ധാരണയാണല്ലേ അത്? അതെ അതെ. കുഞ്ഞിന് പറഞ്ഞത് അനുസരിക്കുന്നില്ല, കൂടുതൽ ഫോണിൽ കളിക്കുന്നതാണ്, എക്സാമിനൊന്നും മാർക്ക് കിട്ടുന്നില്ല, പറഞ്ഞാൽ പഠിക്കില്ല, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഹീലിംഗ് ചെയ്തത്. ഹീലിംഗ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ ഒരു ഭാരം തന്നെ കുഞ്ഞിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട്. അതെ. അപ്പം ഞാൻ ചോദിച്ചു, അമ്മയുമായിട്ട് സംസാരിച്ചപ്പോൾ അമ്മ ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു വന്ന ആളാണോ, ഇങ്ങനെ അനുഭവങ്ങളാണോ ജീവിതത്തിലും ചോദിച്ചപ്പോൾ അതെ. എന്തായിരുന്നു അനുഭവം എന്ന് പറയാൻ പറ്റുമോ? ആളുടെ പേരൊന്നും പറയണ്ട, എങ്കിലേ ഈ ആൾക്കാർക്ക് ഇത് മൊത്തത്തിൽ മനസ്സിലാവുള്ളത് എന്താണെന്ന്. അമ്മ അവരുടെ കല്യാണ ശേഷം വീട്ടിൽ ദേഷ്യം, അതുപോലെ സങ്കടം, ഇതൊക്കെ അടക്കി വെച്ച ഒരാളായിരുന്നു കല്യാണശേഷം. അതെ അതെ. പിന്നെ അവരുടെ കുഞ്ഞുനാൾ മുതലും അച്ഛൻ നല്ല കള്ളു കുടിക്കുന്ന ആളായതുകൊണ്ട് അവിടെയും പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ ഇതൊരു ചക്രമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ അച്ഛൻ കള്ളു കുടിക്കുന്നു, വീട്ടിൽ പ്രശ്നമാകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമുക്ക് വരുന്ന ഒരു പാർട്ട്ണർ ഇങ്ങനെ ആവരുതെന്ന് വിചാരിക്കും. പക്ഷെ ആ വിചാരം നമ്മളെ അതുപോലത്തെ ഒരു പാർട്ട്ണറെയാണ് അട്രാക്ട് ചെയ്യുക. അതുപോലത്തെ ഒരു ബന്ധത്തിലേക്കായിരിക്കും നമ്മൾ വരിക. പിന്നെ അവിടെ നിന്ന് മുറിവുകൾ. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പൊട്ടിക്കരയാണ് ചെയ്തത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അമ്മയ്ക്ക് ഹീലിംഗ് കൊടുത്ത് കുഞ്ഞിനോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ആ കുട്ടി റെഡിയായി. ഇനി അറ്റ്യൂൺമെന്റ് എടുക്കണം എന്ന് പറയുന്നുണ്ട് തന്നെയല്ലേ? അപ്പം ഈ കുഞ്ഞിനെ നമ്മൾ ഹീൽ ചെയ്യുകയാണോ അതോ ഈ ഒരു കൗൺസിലിംഗ് ആണോ? റേക്കിയിൽ കൗൺസിലിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പരമാവധി ആളുകളെ കേൾക്കാൻ സമയം കൊടുക്കാറുണ്ട്. ആളുകളെ കേൾക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എനിക്കും എൻ്റെ ജീവിതത്തിലും എനിക്ക് എന്നെ കേൾക്കാൻ ആരും ഇല്ല എന്ന് ഉണ്ടായിട്ടുള്ളൊരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പം അന്ന് നമ്മുടെ മാസ്റ്റർ വിനൂപ് സാറ് തന്നെ, സാറ് ഒരുപാട് തിരക്കുള്ള ആളായിരുന്നിട്ട് കൂടെ എൻ്റെ പ്രയാസങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം പറഞ്ഞു തരാനും
മനസ്സ് കാണിച്ചിട്ടുണ്ട്. ഞാനത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു. നമ്മളെ കേൾക്കാൻ ആളുണ്ടാകുക എന്നുള്ള ഒരു വലിയ കാര്യമാണ് അല്ലേ? അതെ, പ്രത്യേകിച്ച് ഒരു ഹീലർ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ആയിട്ട് നിൽക്കുന്ന ഒരാളോടാണ് നമ്മൾ പറയുന്നതെങ്കിൽ ശരിക്കും അവർ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നവരാണ്. പെട്ടെന്ന് ഹീലാവും. ചിലർ ഹീലിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കുന്നവരായിരിക്കും കേട്ടോ. അപ്പോൾ അവർ കുറച്ച് സമയം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഭാരം അങ്ങ് ഇറങ്ങിയതുപോലെ ഉണ്ട്, ഇനിയിപ്പോൾ ഹീലിംഗ് വേണ്ട, നമുക്ക് പിന്നെ ഹീലിംഗ് നോക്കാം. അത്രയും ഒറ്റ കൗൺസിലിങ്ങിനോടുകൂടി ചിലപ്പോൾ അവരുടെ ലൈഫ് ശരിയാവും. അതെ അതെ അതെ. ഇത് മിക്കവാറൊക്കെ ഉള്ള ഈ ആത്മഹത്യകളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും പറയും ചില ആ നിമിഷമാണ് അവർക്ക്, ആ നിമിഷം കടന്നു കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് അങ്ങ് പിന്മാറുമെന്ന് പറയുക. അത് എനിക്ക് തോന്നുന്നത് ഈ കേൾക്കാനുള്ളത് പോലെ തന്നെയാണ് ആ നിമിഷം അല്ലേ? ആത്മഹത്യയുടെ കാര്യത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് ആത്മഹത്യയുടെ വക്കിലാണ്. ഇനി എനിക്ക് ആത്മഹത്യ അല്ലാതെ മറ്റൊരു ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കോൾ ചെയ്യും. ഇടയ്ക്ക് വിളിക്കാറുണ്ടോ? അങ്ങനെയൊക്കെ ഇടയ്ക്ക് വിളിക്കാത്ത ഒരാളാണ് ആള്. ആ സമയത്ത് എന്നെ വിളിച്ചത് എന്തിനാന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ആത്മഹത്യക്ക് തയ്യാറാവുന്നത് നമുക്ക് ആരും ഇല്ല, ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്നൊരു സമയത്താണ്. റേക്കിയിൽ നമുക്ക് അതിന് കൃത്യമായിട്ടൊരു പോയിന്റ് ഉണ്ട്. എനിക്ക് ആരും ഇല്ല, ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ റേക്കി കൊടുക്കാനൊരു പോയിന്റ് ഉണ്ട്. ഇവരോട് സംസാരിച്ചതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് റേക്കി സെൻഡ് ചെയ്യാണ് ചെയ്തത്. ഫോണിൽ സംസാരിച്ചിട്ട്. വീട്ടില് ഇരുന്നുകൊണ്ട് ഫോണിൽ കൂടെയാണ്? അവര് വീട്ടിലായിരുന്നില്ല, അവര് പുറത്തായിരുന്നു, കാട്ടിലെവിടെയായിരുന്നു. ആത്മഹത്യക്ക് റെഡി ആയിട്ട് പോയതായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ബീതെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പോ. അതെ, അതാണ് അവിടെയാണ് റേക്കിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മാജിക് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഇതിലേക്ക് വന്നത്, ഒരു റേക്കിയിലേക്ക് വന്നത് നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ളവർക്കും കൂടെ ഒരു വെളിച്ചാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ടായിരിക്കും എന്നെ വിളിക്കാൻ തോന്നിയതും എന്നിലൂടെ അവർക്കൊരു ഹീലിംഗ് കിട്ടിയതും. ആള് അതായത് ഒരിക്കലും വിളിക്കാത്ത ഒരാളല്ലേ? അതെ അതെ. മുമ്പ് വിളിക്കാൻ ചാൻസും ഇല്ല, പക്ഷെ ആ സമയത്ത് വിളിച്ചു എന്നുള്ളതാണ്. വിളിച്ചു, അതിൽ നിന്ന് രക്ഷപ്പെട്ടു. നമ്മള് ഹീലിംഗ് എങ്ങനെയാണ് നടന്നത്? ഫോണിൽ കൂടെ തന്നെയാണോ? സംസാരത്തിലൂടെ നമുക്ക് കറക്റ്റ് പോയിന്റുകൾ അറിയാം. ആ പോയിന്റിലേക്ക് നമ്മൾ റേക്കി സെൻഡ് ചെയ്ത് കൊടുക്കാണ്ടായേ. ആളറിഞ്ഞിട്ടില്ല, ഹീൽ ചെയ്താണെന്ന് അറിയില്ല. നമ്മൾ സംസാരിച്ചു, അതിലൂടെ അങ്ങ് മാറി. അപ്പൊ പെട്ടെന്ന് പിന്നെ എന്താ പറഞ്ഞ തിരിച്ചു പോകുന്നത്? രാത്രിയാണോ പകലാണോ? ശരി, ഇപ്പൊ എനിക്ക് ഞാൻ തിരിച്ചു പോവാണ്, ഒരു ആശ്വാസത്തില് സമാധാനത്തില്. പിന്നെ സംസാരിച്ചിട്ട് കോള് കട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം വിളിച്ചിട്ടുണ്ടോ? പിന്നെ എനിക്ക് അതിലൊരു ഭയം ഒന്നും ഉണ്ടായിട്ടില്ല. ആളെന്തെങ്കിലും ചെയ്യുമോ ഒന്നും ഭയം ഉണ്ടായിട്ടില്ല. എനിക്ക് അറിയായിരുന്നു, എനിക്ക് റേക്കിയിലുള്ള വിശ്വാസവും പ്രകൃതിയിലെ വിശ്വാസവും ഉണ്ട്. പിറ്റേ ദിവസം ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ആള് ഓക്കെയാണ്. ഇപ്പോഴും സ്റ്റിൽ ഉണ്ട്. എന്തായാലും കൊള്ളാം. അപ്പൊ ആത്മഹത്യ തയ്യാറെടുക്കുന്നവരെ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് അല്ലെ, വേണ്ടപ്പെട്ടവരെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി പുതിയ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? പ്രത്യേകിച്ചും റേക്കി എനിക്ക് ആരും ഇല്ല, ഞാൻ ഒറ്റപ്പെട്ടെന്ന് തോന്നുന്നവർക്ക് തീർച്ചയായിട്ടും റേക്കി ഒരു ചങ്ങാതിയാണെന്ന് തന്നെ പറയാം. നമുക്കൊരു കൂടെ ഒരാളുണ്ട്, നമുക്ക് എന്തിനും ഏതിനും വിളിക്കാനും ഒക്കെ നമ്മുടെ കൂടെ ഒരാളുണ്ട്. ഇതൊരു ഹീലിംഗ് ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ചികിത്സാ രീതി എന്നതിനപ്പുറം നമ്മുടെ സോൾ പർപ്പസിലേക്ക് നമ്മളെ എത്തിക്കാൻ പറ്റുന്ന ഒരു സാധനാ പദ്ധതിയാണെന്ന് പറയാം. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സാധനയാണ്. ഈ റേക്കിയൊക്കെ ചെയ്യുന്നതിന് നമുക്ക് ഇങ്ങനെ വ്രതം പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടി വരുമോ? അങ്ങനെ വളരെ തെറ്റിദ്ധാരണകളുണ്ട്. എൻ്റെ അടുത്ത് തന്നെ വന്നവർ പറയാറുണ്ട്, നോൺ വെജ് കഴിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ പീരിയഡ്സ് ടൈം ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഇങ്ങനൊക്കെ. റേക്കിയിൽ ഇങ്ങനെ യാതൊരു നിബന്ധനയും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എല്ലാം കഴിക്കാം, പോവാം. ഇപ്പോൾ വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഞാനിപ്പോൾ അമ്പലത്തിൽ പോകുന്ന പള്ളിയിൽ പോകുന്നവരായിരിക്കും. അപ്പോൾ ഈ റേക്കിയൊക്കെ ചെയ്യുമ്പോൾ ഇതൊരു ഹിന്ദു എന്ന ആചാരം എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിലുള്ള ആചാരമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? റേക്ക് ഒരു മതത്തിൻ്റെയും അല്ല. റേക്ക് സ്വാഭാവികമായിട്ടുള്ള പ്രാപഞ്ചിക ഊർജം. പ്രപഞ്ചം എല്ലാവരുടെയും ആണ്, ആരുടെ ഏതെങ്കിലും മതത്തിൻ്റെ ഒന്നുമല്ല. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഊർജ്ജശക്തി, പ്രാണശക്തി, പ്രാണൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അതേ ശക്തിയാണ്. അതിന് ജാതിയോ മതമോ ഒന്നും വ്യത്യാസമില്ല, എല്ലാവരിലും ഒരുപോലെ വർക്ക് ചെയ്യും. അപ്പോൾ അതിന് പണക്കാരനാവണമെന്നില്ല, പാവപ്പെട്ടവനൊന്നും പ്രശ്നമില്ല. ഇനി റേക്കിയിൽ വേറെ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഹീലർ ഇത് പോസിറ്റീവ് അല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോലും റേക്കി അവിടെ അങ്ങനെ പ്രവർത്തിക്കില്ല. ഇത് ലവ് ലൈറ്റ് ആയിട്ടുള്ള എനർജിയാണ്, അത് പോസിറ്റീവായിട്ട് മുഴുവനും പോസിറ്റീവ് മാത്രമേ, നെഗറ്റീവ് ഇല്ല. ഇപ്പം നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കുന്നതാണ്. വീട്ടിൽ ഉപ്പ്
ഒക്കെ വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഉപ്പുകല്ല്, കല്ലുപ്പ്. അതെ അതെ. അപ്പം ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പോസിറ്റീവായിട്ടിരിക്കുന്ന റേക്കിക്ക് എത്തരത്തിലാണ് ഈ നെഗറ്റീവ് എനർജിയെ മാറ്റിക്കളയാൻ പറ്റുന്നത്? അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ എന്തൊക്കെയാണ് ഇതിനകത്തുള്ള പ്രിക്കോഷൻസ്? റൂം റേക്കി വെച്ചിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാം. റൂമോ ഓഫീസോ എവിടെയാണെങ്കിലും നമുക്ക് റേക്കി വെച്ചിട്ട് ക്ലെൻസ് ചെയ്യാം. അതുകൂടാതെ റേക്കിയിൽ പ്രൊട്ടക്ഷനുകളുണ്ട്. നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. നമ്മുടെ ഏത് സാധനങ്ങളെയും നമ്മളെ തന്നെയും എല്ലാവരെയും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ക്രിസ്റ്റലുകളുണ്ട്, അത് വെച്ചിട്ടും നമുക്ക് റൂം ക്ലെൻസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ പോലെ ഇതൊക്കെ ഭേദിച്ചുകൊണ്ട് വരുന്ന ഈ നെഗറ്റീവ് എനർജിയാണ്, ഇത് പ്രേതം പോലത്തെ സംഭവം. ഇത് ഭേദിക്കണമെങ്കിൽ നമ്മൾ അനുവാദം കൊടുക്കണം എന്നുള്ളതാണ്. അതായത് പല ഫ്രീക്വൻസിയിലുള്ള എനർജീസ് ഇവിടെയുണ്ട്. അപ്പോൾ പ്രേതം എന്ന് പറഞ്ഞു, ഈ പ്രേതത്തിന് നമ്മളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ പ്രേതത്തിന്റെ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ താഴണം. നമ്മൾ ഈ റേക്കി പഠിച്ച ഒരാൾക്ക് കൃത്യമായിട്ട് പ്രാക്ടീസിലൂടെ നമ്മുടെ വൈബ്രേഷൻ ഹൈ ആയിട്ട് തന്നെ വെക്കാം. ഡെയിലി പ്രാക്ടീസ് ഉണ്ട്, നമ്മുടെ ഓറ ശക്തിപ്പെടുത്തിയിട്ട് വെക്കും. ഈ ഓറയെ ഭേദിച്ചുകൊണ്ട് മറ്റുള്ള എനർജീസിന് നമ്മളിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. സാധിക്കുന്നത് നമ്മൾ സങ്കടപ്പെടുന്ന സമയത്ത്, ദേഷ്യപ്പെടുന്ന സമയത്ത്, പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ലോ ആയിരിക്കും. ആ സമയത്ത് ഇവർക്കെല്ലാം പേടിച്ച അസുഖങ്ങൾ വന്നു എന്ന് പറയാറില്ലേ? ഈ പേടിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ലോ ആവും. അപ്പോൾ മറ്റുള്ള എനർജീസിന് നമ്മളിൽ പ്രവർത്തിക്കാൻ